ഇന്ന് ഡിന്നറിന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു. പനീർ ബിരിയാണിയാണ്. മക്കൾക്കൊക്കെ ഇഷ്ടമായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ട ചേരുവകൾ നോക്കാം. മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ്, പെരിഞ്ചീരകം. ഇതൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക. പിന്നെ വേണ്ടത് നെയ്യ്, എണ്ണ, സവോള, അരപ്പ്, തക്കാളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ 1 കപ്പ് വീതം ക്യാരറ്റ്, വേവിച്ച സോയ, ഫ്രോസൺ ഗ്രീൻ പീസ്, ഉപ്പ്. പിന്നെ വേണ്ടത് പനീറാണ്. നമ്മൾ പനീറിനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. കുറച്ച് ഉപ്പും ചിക്കൻ മസാലപ്പൊടിയും നേരത്തെ റെഡിയാക്കി അരപ്പും ചേർത്താണ് നമ്മൾ ഫ്രൈ ആക്കുന്നത്. സ്പൂൺ വെച്ച് ഇളക്കിയാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പാനിനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇളക്കി ഒരു ഗോൾഡൻ നിറം ആവുന്നവരെ ഫ്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ വറുത്ത് മാറ്റിയ പനീർ, പിന്നെ 2 ഗ്ലാസ് അരി. ഇത് നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന മലബാർ റൈസാണ്. ഇതാണ് അളവ് ഗ്ലാസ്. ഇതിൽ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നോർമലി ഗീ റൈസിന് ഞാൻ 1 ഗ്ലാസ് അരി 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്. ഇതിപ്പോൾ ഇത്രയും ഐറ്റംസ് ഉള്ളതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ടോട്ടൽ 4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ബിരിയാണി എളുപ്പമായി ഉണ്ടാക്കാം കേട്ടോ. ഒരു 15 മിനിറ്റിലൊക്കെ ഉണ്ടാക്കി കിട്ടും. ആദ്യം കുക്കർ വയ്ക്കുക. കുക്കർ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ശേഷം സവാള ഇട്ട് മൂപ്പിക്കുക. ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഇത് അരയ്ക്കാതെ ഉപയോഗിക്കാം. കഴിക്കാൻ നേരത്ത് മക്കൾ ഇതൊക്കെ പെറുക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ, മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പച്ച നിറമൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറും കേട്ടോ. മസാലയുടെ കുത്തുന്ന മണമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഒരു 1.5 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നമുക്ക് ആദ്യം ചേർക്കാം, ഞാൻ അപ്പോൾ വിട്ടുപോയതാണ്. ഈ നെയ്യിലൊക്കെ കിടന്ന് ആ അരപ്പ് നന്നായി വാടി കളറൊക്കെ മാറി തുടങ്ങും. ഒന്ന് ഫ്രൈ ആയി തുടങ്ങും കേട്ടോ. കണ്ടോ, നെയ്യിൽ കിടന്ന് മൂക്കുന്നുണ്ട്. ആ നെയ്യും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നത് തക്കാളി പേസ്റ്റാണ്. ഇത് നല്ല പഴുത്ത 3 മീഡിയം സൈസ് തക്കാളിയാണ്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഇതും ചേർത്ത് നന്നായി ഇളക്കുക. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് തുടങ്ങി കണ്ടോ. അപ്പോൾ നമ്മുടെ പൊടികൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറും നന്നായിട്ട്. ഇപ്പോൾ നോർമൽ മസാലയുടെ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ കോളിഫ്ലവറോ അതൊക്കെ ചേർത്ത് നന്നായി മസാല ചേർത്ത് യോജിപ്പിക്കുക. വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ഈ വെജിറ്റബിൾസിനൊക്കെ പകരം നമുക്ക് ബട്ടൺ മഷ്റൂം ഇല്ലേ, അത് ചേർത്ത് ഇതേ പ്രോസസ്സൊക്കെ ചെയ്താൽ മഷ്റൂം ബിരിയാണി ആയിട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. അത് നന്നായി തിളച്ച് വരും. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. ശേഷം അരി ഇട്ട് കൊടുക്കുക. ഇത് കഴുകി മാറ്റി വെച്ച അരിയാണ്. അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. 1/2 മുറി നാരങ്ങ നീര്, പിന്നെ പൊടിയായി അരിഞ്ഞ മല്ലിയില. ഇതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി തിളച്ച് വരുന്ന സമയത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു വിസിൽ വന്നാൽ മതിയാവും. നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് വിസിൽ വെക്കാം. കണ്ടോ, വിസിൽ വന്നു. ഇനിയാണ് നമ്മുടെ ഫൈനൽ ആൻഡ് മെയിൻ ഐറ്റം, അതായത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ. ഇതും ഒപ്പം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ പനീറിൻ്റെ ഒപ്പം വേണമെങ്കിൽ സ്വീറ്റ് കോൺ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചത് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കാഷ്യൂ ഇടാം. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ കുക്കർ ബിരിയാണി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കണേ.